പരിസ്ഥിതിയും ആരോഗ്യവും കൈകോർത്തപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പച്ചക്കറിത്തോട്ടത്തിൽ വിളഞ്ഞത് നൂറുമേനി. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചത്. വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 SSLC ബാച്ചായ സൗഹൃദത്തിന്റെയും UAE ആസ്ഥാനമായ പ്രവാസി കൂട്ടായ്മയായ ആശ്രയത്തിന്റെയും സഹായത്തോടെ നിർമ്മിച്ച പച്ചക്കറിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നടത്തിയ പച്ചക്കറി കൃഷി നൂറുമേനി വിളവെടുത്തു. കൃഷി വകുപ്പിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. ആശുപത്രി വളപ്പിൽ ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലത്തെ മണ്ണൊരുക്കിയാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. വെണ്ട, വഴുതന, തക്കാളി, പയർ, മുളക്, പടവലം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 SSLC ബാച്ചായ സൗഹൃദത്തിന്റെയും UAE ആസ്ഥാനമായ പ്രവാസി കൂട്ടായ്മയായ ആശ്രയത്തിന്റെയും സഹായത്തോടെ നിർമ്മിച്ച പച്ചക്കറിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രി ആശ്രയിക്കുന്ന രോഗികൾ ഭൂരിഭാഗവും കർഷകരും കൂലിപ്പണിക്കാരും ആദിവാസികളും ഒക്കെയാണ്. ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ പലപ്പോഴും 2-3 ദിവസത്തെ ആശുപത്രി വാസം കൊണ്ട് തന്നെ കയ്യിലെ പണമെല്ലാം തീർന്ന് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരമായി തുടങ്ങിയ പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്ട്. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ നമ്മൾ ആശുപത്രിയിൽ തന്നെ ഒരുക്കിയ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം പ്ലേറ്റുകളിൽ വിളമ്പി ബെഡ് സൈഡിൽ എത്തിക്കുന്ന പദ്ധതിയാണിത്. കോതമംഗലം പ്രദേശത്തെ വിവിധ NGOകളും സന്നദ്ധ സംഘടനകളും സ്കൂളുകളും വിവിധ വ്യക്തികളും എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ പൊതുജനങ്ങളും അവരുടെ ബർത്ത്ഡേകളും മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ ആഘോഷിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയും ഇതിന്റെ കൂടെയുണ്ട്. അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ സർക്കാർ ആശുപത്രിയിലെ കൃഷി തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.